ഹലോ ഉണ്ണികളെ, ഇന്ന് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് ഡിയർ സൂ ബൈ റോഡ് ക്യാമ്പൽ. ഇതാണ് കാണാൻ പോകുന്നത്. കുട്ടി പിള്ളേർക്കുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് കഥയാണ്. ഐ റോഡ് ടു ദ സൂ ടു സെൻഡ് മീ എ പെറ്റ്. ദേ സെൻഡ് മീ ആൻ എന്ന് വെച്ചാൽ ഞാൻ സൂവിലോട്ട് എഴുതി എനിക്കൊരു പെറ്റ് വേണമെന്നും പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് അയച്ചു. എന്താ അയച്ചെന്നോ? ഈ പെട്ടി തുറന്ന് നോക്കണം. ഫ്രം ദ സൂ, വെരി ഹെവി, ഭയങ്കര ഹെവി ആയ പെട്ടിയാ. തുറന്ന് നോക്കിക്കേ എന്താന്ന്. ആന! ചുമ്മാതല്ലേ ഹെവിയായേ. ഹി വാസ് ടു ബിഗ്. ഐ സെൻഡ് ഹിം ബാക്ക്. ഭയങ്കര വലുതായിരുന്നു, പെറ്റായിട്ട് വെക്കാൻ കൊള്ളുകയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചയച്ചപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെ അടുത്ത പെറ്റിനെ അയച്ചു തന്നു. സോ ദേ സെൻഡ് മീ. ഈ പ്രാവശ്യം എന്താ അയച്ചു തന്നേ? അതിനകത്ത് ഫ്രജൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫ്രം ദ സൂ. എന്തായിരിക്കും? തുറന്ന് നോക്കിക്കേ. ജിറാഫ്. വീട്ടിൽ കയറുമോ? ഹി വാസ് ടു ടോൾ. ഐ സെൻഡ് ഹിം ബാക്ക്. പിന്നെ വീട്ടിൽ തല പോലും കയറില്ല, അതുകൊണ്ട് ജിറാഫിനെ തിരിച്ചയച്ചു. സോ ദേ സെൻഡ് മീ. അപ്പം സൂക്കാർ പിന്നെ അടുത്ത ആളെ അയച്ചു കൊടുത്തു. ആരെ അയച്ചു കൊടുത്തേ? ഒരു പെട്ടി. പെട്ടിയുടെ പുറത്ത് ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ആരായിരിക്കും? ലയൺ. അയ്യോ, ഹി വാസ് ടു ഫിയേഴ്സ്. ഐ സെൻഡ് ഹിം ബാക്ക്. ലയൺ ഭയങ്കര ഫിയേഴ്സ് ആയിരുന്നു, വീട്ടിൽ വളർത്താൻ പറ്റുമല്ലോ. അപ്പം അവനെയും തിരിച്ചയച്ചു. അപ്പം പിന്നെ അടുത്ത ആളെ അയച്ചു. സോ ദേ സെൻഡ് മീ. ആരായിരുന്നു? വിത്ത് കെയർ. വലിയൊരു പെട്ടിയാണ്, 2 വാതിലൊക്കെ ഉള്ളൊരു പെട്ടി. ആരാ? തുറന്നു നോക്കിയപ്പോൾ ഒരു ഒട്ടകം. ഒട്ടകത്തെ എന്ത് ചെയ്യാനാ? 2 ഗ്രമ്പി ആയിരുന്നു, എപ്പോഴും ചവച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പം അവനെയും തിരിച്ചയച്ചു. രക്ഷയില്ല. അടുത്തപ്പോൾ അവരയച്ചു കൊടുത്തേ? സോ ദേ സെൻഡ് മീ. ഒരു കൊട്ട. കൊട്ടയോ? കൊട്ടയ്ക്കകത്ത് എന്തായിരിക്കും? പാമ്പ്. അയ്യോ, വേഗം അടച്ചു വെച്ചു. യു വാസ് ടു സ്കെയറി. പേടിച്ചുപോയി. അതുകൊണ്ട് അവനെയും തിരിച്ചയച്ചു. സോ ദേ സെൻഡ് മീ. അവസാനം വേറൊരു പെട്ടി വന്നു. പെട്ടിക്കകത്ത് ആരായിരിക്കും? മങ്കിക്കുട്ടൻ. പക്ഷെ മഹാവികൃതിയായിരുന്നു, 2 നോട്ടി, താങ്ങാൻ പറ്റിയില്ല. അവനെയും തിരിച്ചയച്ചു. സോ ദേ സെൻഡ് മീ. വേറൊരു കുഞ്ഞിപ്പെട്ടി. ആ പെട്ടി കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, തുറന്ന് നോക്കാം. അയ്യോ, തവളക്കുട്ടനാണോ? ഹി വാസ് ടു ജമ്പി. പറ്റത്തില്ല, ചാടി ചാടി ആകെ കുളവായി. അവനെയും തിരിച്ചയച്ചു. സോ ദേ തോട്ട് വെരി ഹാർഡ് ആൻഡ് സെൻഡ് മീ. അപ്പം ഇത്രയും കാര്യങ്ങൾ തിരിച്ചയച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? സൂക്കാർക്ക് മനസ്സിലായി വെറുതെ ഒരാളെ അയച്ചു കൊടുത്താൽ ശരിയാവില്ല. നല്ലപോലെ ചിന്തിച്ച് ആലോചിച്ച് അവർ വേറൊരു പെട്ടി അയച്ചു കൊടുത്തു. ഫ്രം ഓൾ യുവർ ഫ്രണ്ട്സ് അറ്റ് ദ സൂ. അതാരായിരിക്കും? പട്ടിക്കുട്ടി. ഹി വാസ് പെർഫെക്റ്റ്. ഐ കെപ്റ്റ് ഹിം. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും സൂക്കാരെ പറയണ്ടേ, പാമ്പിനെയും ലയണിനെയൊക്കെ കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ പാടുണ്ടോ? അല്ലേ? എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.